ഇസ്രായേലിനെ നടുക്കിക്കൊണ്ട് 1200 പേരുടെ മരണത്തിൽ കലാശിച്ച വലിയ ആക്രമണം അഴിച്ചുവിട്ട ഹമാസ് ഇപ്പോൾ അതൊരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നു. ചാവേർ സ്ഫോടനങ്ങൾ നടത്തി കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുമെന്ന് പറയുക മാത്രമല്ല, ഒരു ചാവേർ സ്ഫോടനം നടക്കുകയും ചെയ്തു. ഈ സ്ഫോടനത്തിൽ ചാവേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ടെൽ അവീവിലാണ് സംഭവം. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഹമാസ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കൂടുതൽ ഇടങ്ങളിൽ ഇത്രയും ചാവേറുകളെ തങ്ങൾ അയച്ചിട്ടുണ്ട് എന്നും അവർ തക്കതായ സമയത്ത് കൃത്യമായി തന്നെ പ്രവർത്തിക്കുമെന്നും കൂടി പറഞ്ഞപ്പോൾ ഏതാണ്ട് ഇസ്രായേൽ വീണ്ടും ആ പഴയ ഭീകരാക്രമണത്തിൻ്റെ നാളുകളിലേക്ക് പോകുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഒരു വലിയ രീതിയിൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയായിരിക്കും ഫലം. ഏതായാലും ഈ ഒരു ഭാഗത്ത് സമാധാന ചർച്ച നടക്കുന്നു, സീസ് ഫയറിനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടം. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഇരുവിഭാഗവും ഇസ്രായേലിൻ്റെ സേനയെ ഒരു സൈഡിൽ നിന്നാകുമ്പോൾ ഹമാസും ഹിസ്ബുള്ളയും മറു സൈഡിൽ നിന്നും വീണ്ടും അത് അക്രമത്തിലേക്ക് തീരുകയാണ്. ഇപ്പോൾ അത് ചാവേർ സ്ഫോടനങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച, ചാവേറുകളെ കളത്തിലിറക്കിക്കൊണ്ടുള്ള കാഴ്ച. എവിടെയും എപ്പോഴും ചാവേറുകൾ എത്താം. തങ്ങൾ അത്തരത്തിൽ അനവധി പേരെ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.